ഇന്ന് ഉച്ചയ്ക്ക് നല്ല പുളിശ്ശേരിയും ചീരത്തോരനും ബീഫ് റോസ്റ്റൊക്കെ കൂട്ടി നല്ല അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ചു. അടുത്തത് എനിക്കൊട്ടും ഇഷ്ടമില്ലാത്തൊരു പണിയാണ് തലയിൽ എണ്ണ തേക്കൽ. തേക്കാണ്ട് പറ്റില്ല, നമ്മുടെ അവസ്ഥ അതായി പോയില്ലേ. ഈയിടെ ഞാനിട്ട് എൻ്റെ ഹെയർ ട്രാൻസ്ഫോർമേഷൻ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഭൂമികയുടെ ഹെയർ ഓയിൽ ഉപയോഗിച്ചാൽ മുടി വളരുമെന്ന്. എനിക്ക് നല്ല റിസൾട്ട് ഉണ്ട്, എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ആഗ്രഹമുള്ളവർ ഒരു ബോട്ടിൽ വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കുക. എൻ്റെ മുടി കൊഴിയുന്നത് കാണുന്നില്ലേ, ഇത് വേറൊന്നും കൊണ്ടല്ല കേട്ടോ. ഈ നാടും ഇവിടുത്തെ കാലാവസ്ഥയും ഇവിടുത്തെ വെള്ളവും എനിക്കൊട്ടും പറ്റില്ല. ഭൂമികയുടെ ഹെയർ ഓയിൽ എനിക്ക് എത്ര ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ അത്രയും ഈ നാട് എനിക്ക് പണിയും തരുന്നുണ്ട്. നാട്ടിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് ഈ മുടി കൊഴിച്ചില്ല യാതൊരു പ്രശ്നങ്ങളും ഇല്ല. ഇങ്ങനെ എണ്ണ തേച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത്. കുറേ നാളായി മുടീൻ്റെ അറ്റം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട്. ഇപ്പം നമുക്ക് ആ പരിപാടിയും കൂടി ചെയ്യാം. ഒരുപാടൊന്നും മുറിക്കില്ല കേട്ടോ, വളരെ കുറച്ചേ മുറിക്കുള്ളൂ. അങ്ങനെ മുടീൻ്റെ അറ്റമൊക്കെ ഒന്ന് ചെറിയതായിട്ട് മുറിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് നല്ലോണം എണ്ണ തേച്ച് മസാജ് ചെയ്ത് നമുക്കൊരു 10-20 മിനിറ്റ് വയ്ക്കാം. ഈ എണ്ണ തേക്കൽ പരിപാടി കഴിയുമ്പോൾ തന്നെ ഭയങ്കര ആശ്വാസമാണ്. ഇനി 2 ദിവസത്തേക്ക് ഈ കാര്യം ആലോചിക്കുകയേ വേണ്ട. എണ്ണ തേക്കലും കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴത്തേക്കും സമയം 6:30 ആയിട്ടുണ്ട്. ഇതെൻ്റെ സീരിയലിൻ്റെ സമയമാണ് കേട്ടോ. സീരിയൽ കാണുന്നത് വളരെ മോശം പരിപാടിയാണെന്ന് പണ്ട് എനിക്കൊരു അഭിപ്രായം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അതൊക്കെ മാറി. ഒരു കട്ടൻ ചായയൊക്കെ കുടിച്ച് സീരിയലൊക്കെ കണ്ട് കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് നമുക്ക് രാത്രിയിലേക്ക് ജോസേട്ടനുള്ള ഫുഡ് ഉണ്ടാക്കാം. തക്കടും ഞാനും തമ്മിൽ വലിയ വലിയ യുദ്ധങ്ങൾ നടക്കുന്ന സമയമാണ് കേട്ടോ ഈ വൈകുന്നേരം. കളിക്കാൻ ഒരുപാട് കളിപ്പാട്ടങ്ങളുണ്ട്. പക്ഷേ ഈ ചപ്പാത്തീൻ്റെ ബോൾ കിട്ടിയാൽ കൊള്ളായിരുന്നു എന്നൊരു തോന്നലുണ്ട് അവന്. ചപ്പാത്തിക്കും കറിക്കുള്ള എല്ലാം റെഡിയാക്കി വെച്ചു. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഒരു ചപ്പാത്തി പോലും പരത്താൻ അറിയാത്ത നിന്നെ എന്തിനു കൊള്ളാമെന്ന് പണ്ട് എന്നോടൊരു വ്യക്തി ചോദിച്ചിട്ടുണ്ട്. ആ വ്യക്തിക്കായിട്ട് ഞാനിത് ഡെഡിക്കേറ്റ് ചെയ്യുവാണേ. ആദ്യമൊക്കെ നല്ല ബോറം പണിയായിരുന്നു. പക്ഷെ ഇപ്പോൾ ചപ്പാത്തി പരത്താൻ പഠിച്ചതുകൊണ്ട് ഈ പണി ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. ആദ്യമൊക്കെ കുറേ ഇതാ പലകയ്ക്ക് പറ്റും, പിന്നെ ഷേപ്പൊന്നും ഉണ്ടാവില്ല, പോരാത്തതിന് നല്ല കട്ടിയുള്ള ചപ്പാത്തി. അങ്ങനെ ഒരു 100,000 പ്രശ്നങ്ങളിലൂടെ സഞ്ചരിച്ചാണ് നമ്മളൊരു സോഫ്റ്റായിട്ട് നല്ല റൗണ്ടായിട്ട് പലകയ്ക്കൊന്നും പറ്റാത്ത നല്ലൊരു ചപ്പാത്തി ഉണ്ടാക്കുന്നത്. അങ്ങനെ എല്ലാവർക്കും ഉള്ളത് ഉണ്ടാക്കി വെച്ച് ഞാനും തക്കടും ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. നാളെ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. വീഡിയോ ഇഷ്ടമായ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.